തെർമൽ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് മൊഡ്യൂള് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ആണ്. അപ്പൊ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതൊരു തെർമോഡൈനാമിക് സൈക്കിളാണ്. അതായത് ആ സൈക്കിളിന്റെ അകത്ത് വരുന്ന പ്രോസസ്സുകളെല്ലാം തെർമോഡൈനാമിക് പ്രോസസ്സുകളായിരിക്കും. അപ്പൊ അതിന് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിന് പേരുള്ള കാരണം അതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ നമ്മൾ കരുതുന്നത് എയർ ആണ്. അപ്പൊ അങ്ങനെ 3 സൈക്കിളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്: കാർനോട്ട്, ഓട്ടോ, ഡീസൽ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോയും ഡീസലും ഈ അവസാനത്തെ രണ്ടെണ്ണം. ഇതിന്റെ അകത്ത് ഓട്ടോ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള സൈക്കിളാണ്. ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള സൈക്കിളാണ്. അപ്പൊ ഓട്ടോ പെട്രോളും ഡീസൽ സൈക്കിളും ഡീസലുമാണ്. പക്ഷെ നമ്മളവിടെ വരാവുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓട്ടോ സൈക്കിൾ പെട്രോളും ഡീസൽ സൈക്കിൾ ഡീസലും ആണെങ്കിൽ അവിടെ എയർ അല്ലല്ലോ ഫ്യൂൽ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പറയുന്ന പെട്രോളും ഡീസലും എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു സാധനം മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ ശരിക്കും ഫ്യൂവലായിട്ട് നമ്മൾ കരുതുന്നത്, ഈ ഒരു സൈക്കിൾ പഠിക്കാൻ നമ്മൾ കരുതുന്നത് എയറിനായിട്ടാണ്. അപ്പൊ ഈ പറയുന്ന 3-ല് നമ്മൾ ഫ്യൂവലായിട്ട് കൺസിഡർ ചെയ്യുന്ന എയർ ആണ്. അതുകൊണ്ടാണ് ഇതിന് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെ 3 സൈക്കിളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് നോക്കിപ്പോവാം. ഇതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 സൈക്കിളുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം എഫിഷ്യൻസി വരുന്ന, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻജിൻ നമുക്ക് കിട്ടുന്നത് കാർനോട്ട് സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ ഒരു കാർനോട്ട് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള എൻജിൻ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അസാധ്യമാണ്. കാരണം മാക്സിമം എഫിഷ്യൻസി ഉള്ള എൻജിൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതൊരു റെഫറൻസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. റെഫറൻസ്, അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ നമ്മൾ ഒരു എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ അത് കാർനോട്ട് സൈക്കിൾ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അകത്ത് എത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ തന്നെ ഏറ്റവും മാക്സിമം ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ നോക്കി പഠിക്കാനായിരിക്കും ബാക്കി എല്ലാവരും ശ്രമിക്കണേ. അന്നേരമാണ് ബാക്കിയുള്ളൊരു മെച്ചപ്പെടുള്ളൂ. അതുപോലെ തന്നെ കാർനോട്ട് സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു എഞ്ചിൻ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അകത്തോട്ട് എത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, കാർനോട്ട് സൈക്കിളിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഏറ്റവും മാക്സിമം നല്ല എഫിഷ്യൻസി ഉള്ള, നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ റെഫറൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ 3 സൈക്കിളുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, എക്സാമിന് നമ്മളോട് ഈ സൈക്കിളിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഓരോ സൈക്കിളിന് 2 ഗ്രാഫ് ഉണ്ട്. പി വി ഗ്രാഫും അതുപോലെ തന്നെ ടി എസ് ഗ്രാഫും. പി വി എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം, ടി ടെമ്പറേച്ചർ, എസ് എൻട്രോപ്പിയുടെ ചിഹ്നമാണ്. അപ്പൊ ടി എസ് ഗ്രാഫും നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഈ ഓരോന്നിന്റെ പി വി ഗ്രാഫും ടി എസ് ഗ്രാഫും ആണ്. പ്രഷർ വോളിയം ഗ്രാഫ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഗ്രാഫ്. എന്നിട്ട് അതിനുശേഷം ഈ ഓരോ സൈക്കിളിലെയും ഈ പ്രോസസ്സുകളുടെ പേര് നിങ്ങൾ കാണാപ്പാടം പഠിക്കണം. ഓരോ പ്രോസസ്സുകളും ഏതൊക്കെയാണെന്നുള്ളത് കാണാപ്പാടം പഠിക്കണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ പറയുന്ന പ്രോസസ്സുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ ഈ 3 പേരെ പറ്റിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനുള്ള സമയമൊന്നുമില്ല. ഇത് എക്സാമിന്റെ ഫൈനൽ ഘട്ടത്തിൽ ഏറ്റവും ഷോർട്ട് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പൊ ഞാൻ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ഇത് എങ്ങനെ മനസ്സിലാക്കി വെക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞുതരുള്ളൂ. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ആ രീതിയിൽ നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി വെക്കുക. അപ്പൊ പ്രൊസസ്സറിന്റെ പേര് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം 2 എക്സ്പാൻഷൻ പ്രോസസ്സും പിന്നത്തെ 2 കംപ്രഷൻ പ്രോസസ്സും. അത് നമ്മളെങ്ങനെ തിരിച്ചറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന 2 ഗ്രാഫും കാണാപ്പാടം വരയ്ക്കാൻ തന്നെ പഠിക്കണം. അത് കാർനോട്ടിന്റെ ആണെങ്കിലും ഓട്ടോയുടെ ആണെങ്കിലും ഡീസലിന്റെ ആണെങ്കിലും നിങ്ങൾ കാണാപ്പാടം വരയ്ക്കാനായിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഇത് ഫസ്റ്റ് പ്രോസസ് നിങ്ങൾ നോക്കുക. 1 to 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ടാണ് ഗ്രാഫ് പോകുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. അതായത് വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ 2 to 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഗ്രാഫ്, ഇത് ഇങ്ങടേക്കാണ് ഗ്രാഫ് പോയേക്കണേ. അതായത് വോളിയം വീണ്ടും കൂടുക ചെയ്യണേ. അങ്ങനെ വോളിയം കൂടുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. അതായത് വികസിക്കുക എന്ന് പറയാം, അല്ലെ? ഇനി 3 to 4 ഗ്രാഫ് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ 4 to 1 ഗ്രാഫ് എന്ന് പറയുന്ന സാധനം ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ വോളിയം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ഈ താഴെയുള്ള വോളിയം നോക്കിക്കഴിയുമ്പോൾ 2 കേസിലെ വോളിയം കുറയുക ചെയ്യണം. വോളിയം കുറയുന്നതിനെ നമുക്ക് ചുരുങ്ങുക എന്നുള്ള കൺസെപ്റ്റാണ് പറഞ്ഞത്. അപ്പൊ ചുരുങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് കംപ്രഷൻ എന്നാണ്. അപ്പൊ നമുക്ക് അതിന് മനസ്സിലാക്കാം, ആദ്യത്തെ 2 എക്സ്പാൻഷനും പിന്നത്തെ 2 കംപ്രഷൻ പ്രോസസ്സും എന്നുള്ളത് മനസ്സിലാവും. പേരുകൾ കാണാപ്പാടം പിടിക്കണ്ട. ആദ്യത്തെ 2 എക്സ്പാൻഷൻ, പിന്നത്തെ 2 കംപ്രഷൻ. പിന്നെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഐസോതെർമലും അഡിയാബാറ്റിക് പ്രോസസ് ഒക്കെ എന്താണെന്ന് പഠിച്ചേക്കണേ. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഈ പറയുന്ന ചെരിവ് കുറഞ്ഞത് ഐസോതെർമലും ചെരിവ് കൂടിയത് അഡിയാബാറ്റിക്കുമാണ്. അപ്പൊ ഇത് ഐസോതെർമലാണ്. ഇനി 3 to 4 അതുപോലെ തന്നെ ഇരിക്കണം, അതും ഐസോതെർമല. ആദ്യത്തെ അതുപോലെ തന്നെ മൂന്നാമത്തെയും ഐസോതെർമല. അതിന്റെ ഇടയിൽ 2 to 3 അതുപോലെ തന്നെ 4 to 1 ഇത് രണ്ടും അഡിയാബാറ്റിക്ക. അപ്പൊ ആദ്യം ഐസോതെർമൽ വരും, പിന്നെ ഒരു അഡിയാബാറ്റിക് വരും, പിന്നെ വീണ്ടും ഒരു ഐസോതെർമൽ വരും, പിന്നെ ഒരു അഡിയാബാറ്റിക് വീണ്ടും വരും.
ചെരിവ് കുറഞ്ഞത് ഐസോതെർമൽ, ചെരിവ് കൂടിയത് അഡയബാറ്റിക്. ഈ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 4 പ്രോസസ്സുകളാണ് അവിടെ വരുന്നത്. ഇപ്പൊ ഈ 4 പ്രോസസ്സും ഈ ഗ്രാഫ് ആദ്യം വരയ്ക്കാൻ പഠിക്കുക. ആ ഗ്രാഫിൽ നിന്ന് ഈ 4 പ്രോസസ്സ് ഏതെന്നുള്ളത് എഴുതാനായിട്ട് പഠിക്കുക. ഇനി CS ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം 1 to 2 എന്ന് പറഞ്ഞത് നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ 1ലെയും 2ലെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഇനി 3 to 4 ഐസോതെർമൽ പ്രോസസ്സാണ്. അവിടെയും 3ലെയും 4ലെയും ടെമ്പറേച്ചർ സെയിം ആണ്. നമുക്കത് കാണാൻ പറ്റും. ഇനി പിന്നെ വരുന്ന ഈ 2 to 3 അതുപോലെ തന്നെ 4th 1 നമുക്കറിയാം ഈ 2 പ്രോസസ്സ് എന്ന് പറയുന്നത് അഡയബാറ്റിക് പ്രോസസ്സാണ്. ഈ അഡയബാറ്റിക് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിനെ വിളിക്കുന്ന പേരാണ് ഐസെൻട്രോപിക് പ്രോസസ്. ഈ ഐസോ എന്ന ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അർത്ഥം സെയിം എന്നാണ് അർത്ഥം. ഐസോ തെർമലിന്റെ അർത്ഥം എന്താ? ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, അതായത് സെയിം ടെമ്പറേച്ചർ. അപ്പൊ ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ സെയിം എൻട്രോപ്പി എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഈ 2 ഭാഗത്ത് എൻട്രോപ്പി എന്ന് പറഞ്ഞ സാധനം സെയിം ആണ്. ഈ അടി കാണുന്ന എൻട്രോപ്പി സെയിം ആണ്. നിങ്ങൾ ഗ്രാഫിലൊക്കെ കാണാൻ പറ്റും 2ലും 3ലും എൻട്രോപ്പി സെയിം ആണ്, 4ലും 1ലും എൻട്രോപ്പി സെയിം ആണ്. അപ്പൊ നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാം, ഈ പറയുന്ന അഡയബാറ്റിക് പ്രോസസ്സിനെ വിളിക്കാവുന്ന മറ്റൊരു പേരാണ് എന്ത്? ഐസെൻട്രോപിക് പ്രോസസ്. ഇപ്പോൾ ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അഡയബാറ്റിക് എന്ന് പറയുന്നതിന് പകരം ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ഐസെൻട്രോപിക് കംപ്രഷൻ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. അത് ഈ TS ഗ്രാഫിലാണ് നമുക്കത് കറക്റ്റ് കാണാൻ പറ്റുന്നത്, എൻട്രോപ്പി സെയിം എന്നുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇത് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഫസ്റ്റ് പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ എടുക്കുക. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എവിടെയാണ് ഹീറ്റ്? ഈ ഒരു എഞ്ചിൻ ആകുമ്പോൾ അതിന്റെ അകത്തോട്ട് ഹീറ്റ് അകത്തോട്ട് കയറും വേണം, ഹീറ്റ് പുറത്തോട്ട് പോകും വേണം അല്ലെ? ഫ്യൂല് കത്തുമ്പോൾ ഹീറ്റ് അകത്തോട്ട് കയറും. ഇനി പുറത്തോട്ട് പുകയൊക്കെ പോകുന്ന സമയത്ത് ഹീറ്റ് പുറത്തോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഹീറ്റ് അതിൽ കൂടെ അകത്തോട്ട് കയറുന്നു, പുറത്തോട്ട് പോകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നതാണ് അഡയബാറ്റിക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീറ്റിനെ കടത്തിവിടില്ല. 2 to 3യും 4 to 1 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ കൂടെ ഹീറ്റിന് കയറാനോ ഇറങ്ങാനോ സാധിക്കില്ല. പിന്നെ ആകെ ഉള്ളത് 1 to 2ഉം അതുപോലെ തന്നെ 3 to 4 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക 1 to 2യിലൂടെ ഹീറ്റ് അകത്തോട്ട് വരും, 3 to 4യിലൂടെ ഹീറ്റ് പുറത്തോട്ട് ഇറങ്ങിപ്പോകും. ഇവിടെ Q ഇന്ന് ഹീറ്റ് അകത്തോട്ട് വരും, ഇത് കൂടെ Q ഔട്ട് ഹീറ്റ് പുറത്തോട്ട് പോകും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കുക. ഇനി ഓരോ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷന്റെ അകത്ത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അവിടെ ഗ്യാസ് അബ്സോർബ് ഹീറ്റ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിൽ എയർ എന്ന് പറഞ്ഞിട്ട് 2 ശരിയാണ്. എയർ ഹീറ്റ് അബ്സോർബ് ചെയ്യും, ഹോട്ട് സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അവിടെ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്, ഇറ്റ് എക്സ്പാൻസ് സ്ലോലി. അതുപോലെ തന്നെ അവിടെ ടെമ്പറേച്ചർ എന്താണ്? പ്രോസസ് ഐസോതെർമൽ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമുക്ക് സ്വന്തം എഴുതാവുന്ന കാര്യങ്ങളുള്ളൂ ഇതൊക്കെ. ഇനി അഡയബാറ്റിക് പറയുമ്പോൾ അഡയബാറ്റിക് ആയതുകൊണ്ട് നമുക്കറിയാം അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല, നോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ചഡ്. പക്ഷെ എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ അത് പറഞ്ഞു, ദ ഗ്യാസ് അല്ലെങ്കിൽ എയർ കീപ്സ് ഓൺ എക്സ്പാൻഡിങ്, എയർ വീണ്ടും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനാണ് എന്താ സംഭവിക്കണേ? ആദ്യത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു, കാരണം ഐസോതെർമൽ പ്രോസസ്സാണ്. ഇവിടെ 1 to 2 കഴിഞ്ഞിട്ട് 2 to 3 ടെമ്പറേച്ചറിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ടെമ്പറേച്ചർ താഴത്തോട്ട് വരികയാണ്, ടെമ്പറേച്ചർ കുറയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും ടെമ്പറേച്ചർ ഡിക്രീസസ്. ഇനി ഐസോതെർമൽ കംപ്രഷനെ പറ്റി പറയുമ്പോൾ ഇവിടെ എക്സ്പാൻഷൻ അല്ല, പകരം കംപ്രഷൻ ആണ് നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു 1 to 2യിലൂടെ ഹീറ്റ് അകത്തോട്ട് വരും, 3 to 4യിലൂടെ ഹീറ്റ് പുറത്തോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ നമുക്ക് പറയാൻ റിലീസസ് ഹീറ്റ്. അതുപോലെ തന്നെ ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി അതുപോലെ തന്നെ അഡയബാറ്റിക്കില് അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് സാധ്യമല്ല, ഹീറ്റ് പുറത്തോട്ട് അകത്തോട്ട് കയറാൻ സാധ്യമല്ല. പക്ഷെ അവിടെ നടക്കുന്നത് കംപ്രഷൻ ആണ്. ഇനി ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുന്നുള്ള ഈ ഗ്രാഫിൽ നോക്കണം. 4 to 1 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യണത്, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസസ്. അങ്ങനെ നമുക്ക് ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിൽ നിന്ന് തന്നെ എടുത്തു എഴുതാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. 2 ഗ്രാഫ് വരയ്ക്കാൻ കാണാപ്പാഠം പഠിക്കണം, പ്രോസസ്സുകൾ ഓരോന്നായിട്ട് എഴുതാൻ പഠിക്കണം, ഇനി ആ പ്രോസസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കണം. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ബാക്കി 2 പേരുടെ കേസിലും ചെയ്യേണ്ടത്, അതായത് ഓട്ടോയിലും ഡീസലും ചെയ്യേണ്ടത്. അതിന്റെ അകത്ത് ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സൈക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു ചെറിയ മാറ്റം മാത്രമാണ് ഡീസൽ സൈക്കിൾ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഓട്ടോ സൈക്കിൾ നോക്കാം. ഓൾറെഡി പറഞ്ഞ പോലെ ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ പെട്രോൾ എഞ്ചിനിൽ നമ്മൾ 4 സ്ട്രോക്കുകളായിട്ട് ഇത്രയും പരിപാടികളോടെ നടക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ. സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ ഗ്രാഫ് ശരിക്കും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 1 to 2, 2 to 3, 3 to 4, 4 to 1. ഇതൊക്കെയാണ് പ്രോസസ്സുകൾ തന്നെ. പക്ഷെ ശരിക്കും ഇവിടെ സക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗ്രാഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, പക്ഷെ അത് വരച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ 0 to 1 എന്ന് പറഞ്ഞ് സങ്കല്പിക്കുക.
അപ്പൊ നിങ്ങൾ നോക്കി 0 to 1 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേതിന്റെ അകത്ത് നമ്മൾ ഇവിടെ വോളിയത്തിന് എന്താ സംഭവിക്കണം നോക്കിയിട്ടല്ലേ പ്രൊസസ്സർ വിളിച്ചത്. നിങ്ങൾ ഇവിടെ വോളിയം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഗ്രാഫ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോണത്. അതായത് വോളിയം കൂടുകയാണ് ചെയ്യണത്. വോളിയം കൂടുകയാണെങ്കിൽ അതെന്താ എക്സ്പാൻഷൻ ആണ്. അതായത് നമ്മുടെ പിസ്റ്റൺ ടോപ്പിൽ നിന്ന് താഴത്തോട്ടാണ് വരുന്നത്. അതായത് അത് ഏത് സ്ട്രോക്കാ? സക്ഷൻ സ്ട്രോക്കാണ്. ആ സ്ട്രോക്കിൽ എയർ അകത്തോട്ട് കയറും. അപ്പൊ 0 to 1 എന്ന് പറഞ്ഞാൽ സക്ഷൻ സ്ട്രോക്കാ. സക്ഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ പിസ്റ്റൺ മേലോട്ടാ പോകേണ്ടത്. അതായത് നമ്മുടെ എഞ്ചിന്റെ അകത്തുള്ള സ്പേസ് കുറയുകയാണ്. അതായത് കംപ്രഷൻ ആണ്. നിങ്ങൾ നോക്കി 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഗ്രാഫ് പോകുന്നത്. അതായത് വോളിയം കുറയാണ് ചെയ്യണത്. അപ്പൊ 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ. ഇനി രണ്ടാമത്തെ കഴിഞ്ഞു, കംപ്രഷൻ കഴിഞ്ഞു. ഇനി കംപ്രഷൻ കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കണ പവർ സ്ട്രോക്ക് ആണ്. പവർ സ്ട്രോക്കിന്റെ അകത്ത് വോളിയം കൂടുക ചെയ്യണം. കാരണം പൊട്ടിത്തെറി ഉണ്ടായി നമ്മുടെ പിസ്റ്റൺ മേലിൽ നിന്ന് താഴത്തോട്ട് മൂവ് ചെയ്യാണ് ചെയ്യണത്. മേലിൽ നിന്ന് താഴത്തോട്ട് മൂവ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ഇവിടെ നമുക്ക് 3 to 4 ആണ് കാണാൻ പറ്റും. 3 to 4 ആണ് ഇവിടെ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 to 2 കഴിഞ്ഞ് പിന്നെ 3 to 4 പോയാൽ ശരിയാവില്ല. അതിന്റെ ഇടയിൽ ഒരു 2 to 3 വരാനുണ്ട്, ഈ നീല കളർ ഭാഗം. അപ്പൊ 2 to 3 എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് കംപ്രഷന്റെയും പവർ സ്ട്രോക്കിന്റെയും ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഫ്യൂവലിന് തീ കൊടുക്കല്, ഹീറ്റ് അഡീഷൻ, അല്ലെ? ഫ്യൂവൽ കത്തിക്കുന്ന അവിടെയാണ്. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനമാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഫ്യൂവലിനെ കത്തിക്കുന്നത്. അപ്പൊ ആ കത്തിക്കുന്നതാണ് ഇവിടെ കാണിച്ചേക്കണേ 2 to 3 എന്ന് പറഞ്ഞത്. 2 to 3 എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടോ, ഹീറ്റ് അഡീഷൻ ആണ്. ഓക്കെ, ഹീറ്റ് അഡീഷൻ. ഇവിടെയാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഹീറ്റ് അകത്തോട്ട് കയറുന്നത് ഇവിടെയാണ്, ക്യൂ ഇൻ. അപ്പൊ അതിനുശേഷമാണ് കംപ്രഷൻ വരുന്നത്. ഇനി അതിനുശേഷമാണ് പവർ സ്ട്രോക്ക് വരുന്നത്. ഇനി പവർ സ്ട്രോക്കിന് ശേഷം നാലാമത്തെ പ്രോസസ്സായ എക്സോസ്റ്റ് വരും. 4 to 1 എന്ന് പറഞ്ഞത് എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. അപ്പൊ ഈ എക്സോസ്റ്റിലെ പുക പുറത്തോട്ട് പോകണം. അവിടെയാണ് ഹീറ്റ് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ 2 to 3 ഹീറ്റ് അകത്തോട്ട് വരും, 4 to 1 ഹീറ്റ് പുറത്തോട്ട് പോകും. അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 3 to 4 ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന സാധനം ഇവിടെ നമ്മൾ ആദ്യത്തെ സൈക്കിളിന്റെ അകത്ത് ഞാൻ പറഞ്ഞു ഈ അഡയബാറ്റിക്, ഈ കാണുന്ന ഭാഗം ഉണ്ടോ, ഈ ചെരിഞ്ഞു പോകുന്ന ഭാഗം, ഇത് അഡയബാറ്റിക് ആണ് അല്ലെ? അഡയബാറ്റിക്കിന്റെ വേറെ പേരാണ് ഐസെൻട്രോപിക്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ പേര് ഐസെൻട്രോപിക് പ്രോസസ്സുകൾ എന്നാണ്. ഇനി ഒരെണ്ണം ഐസെൻട്രോപിക് കംപ്രഷനും മറ്റേത് ഐസെൻട്രോപിക് എക്സ്പാൻഷനും ആണ്. അപ്പൊ ഒന്നാമത്തെ ഐസെൻട്രോപിക് കംപ്രഷൻ, മൂന്നാമത്തെ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ഇനി 2 to 3 ഹീറ്റ് അകത്തോട്ട് വരും, 4 to 1 ഹീറ്റ് പുറത്തോട്ട് പോകും. ഇനി അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും. ഇനി ഹീറ്റ് ആഡ് ചെയ്യുന്നത് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി 2 to 3 എന്ന് പറഞ്ഞാൽ അവിടെ വോളിയത്തിന്റെ വാല്യൂ സെയിമാണ്, വോളിയം മാറില്ല. ഇനി 4 to 1 എടുത്തു കഴിഞ്ഞാലും അവിടെ വോളിയം 1ലെയും 4ലെയും വോളിയം വ്യത്യാസമില്ല, രണ്ട് സെയിമാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹീറ്റ് ആഡ് ചെയ്യുന്നതും ഹീറ്റ് റിജക്ട് ചെയ്യുന്നതും ഒരൊറ്റ പ്രോസസ്സിലാണ്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്. അവിടെ വോളിയം സെയിം ആയിരിക്കും. അപ്പൊ ഓട്ടോസൈക്കിളിലെ പ്രോസസ്സുകൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് പഠിച്ചു വയ്ക്കാൻ സാധിക്കും. ഓട്ടോസൈക്കിളിലെ പ്രോസസ്സുകൾ അപ്പൊ ഏതൊക്കെയാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഐസെൻട്രോപിക് കംപ്രഷൻ, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. TS ഗ്രാഫ്, ടെമ്പറേച്ചർ എൻട്രോപ്പി ഗ്രാഫ് നിങ്ങൾ കാണാപ്പാടം വരയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഈ പറഞ്ഞ പോലെ ഈ പ്രോസസ്സുകളെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കുറച്ചും കൂടെ നമുക്ക് റിലേറ്റബിൾ ആണ്. ഈ പറയുന്ന നമ്മൾ ഓൾറെഡി പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാം ഐസെൻട്രോപിക് കംപ്രഷൻ. സക്ഷനെ പറ്റി നമ്മൾ ഇവിടെ പറഞ്ഞില്ല കേട്ടോ. ഈ 0 to 1 എന്ന് പറഞ്ഞ സക്ഷൻ ആയിരുന്നു. അതിനെപ്പറ്റി നമ്മൾ പറയാനുള്ള, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്രഷനിൽ നിന്നാണ്, രണ്ടാമത്തെ സ്ട്രോക്കിൽ നിന്നാണ്. അപ്പൊ ഐസെൻട്രോപിക് കംപ്രഷന്റെ അകത്ത് എന്താ സംഭവിക്കുക, പിസ്റ്റൺ മൂവ് അപ്പ്, പിസ്റ്റൺ മേലോട്ട് മൂവ് ചെയ്യും. എയർ ഫ്യൂവൽ മിക്സർ എന്ന് പറഞ്ഞ സാധനം കംപ്രസ് ആവും. ഇനി ഐസെൻട്രോപിക് ആയത്, ഐസെൻട്രോപിക്കിന്റെ മറ്റൊരു പേര് മറന്നു പോകരുത്, അതെല്ലാം തലയിലുണ്ടാവണം. അഡയബാറ്റിക് പ്രോസസ്, അതായത് ഹീറ്റിനെ കടത്തി വിടില്ല. അപ്പൊ ഹീറ്റിനെ കടത്തി വിട്ടില്ലെങ്കിൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. രണ്ടാമത് നമുക്കറിയാം വോളിയം ഡിക്രീസ് ചെയ്യും. അതിപ്പോ കംപ്രഷൻ ആണ് വോളിയം ഡിക്രീസ് ചെയ്യും നമുക്കറിയാം. ഇനി വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷറും ടെമ്പറേച്ചറും എന്താവും, ഇൻക്രീസ് ആവും. അതും നമുക്കറിയാവുന്ന കാര്യം. ഇനി കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ, അവിടെയാണ് നമ്മൾ ഹീറ്റ് സ്പാർക്ക് പ്ലഗ് ഫ്യൂവലിന് തീ കൊടുക്കുന്നത്. അവിടെയാണ്, അവിടെ കമ്പഷൻ ഉണ്ടാവും, ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ആവും, പക്ഷെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം അതെന്താ, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയൊക്കെ. ഈ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ, അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയൊക്കെ. ഹീറ്റ് റിജക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും, വേസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് പോകും. പക്ഷെ ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് എന്ത് പ്രോസസ്സിലാണ്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്. ഹീറ്റ് പുറത്തോട്ട് പോകുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഡിക്രീസ് ആവും. ഈ ടെമ്പറേച്ചറിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഗ്രാഫ് വെച്ചിട്ടുണ്ടോ, 1 to 2 ടെമ്പറേച്ചർ കൂടി, 2 to 3 ടെമ്പറേച്ചർ കൂടി, 3 to 4 ടെമ്പറേച്ചർ കുറഞ്ഞു, 4 to 1 വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു. ഇതൊക്കെ പറയേണ്ടത് നമ്മൾ ഈ ഗ്രാഫിൽ നിന്നാണ്. അപ്പൊ ഗ്രാഫ് അറിയാമെങ്കിൽ ഇത് എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അടുത്ത് ഡീസൽ സൈക്കിൾ ആണ്. ഞാൻ പറഞ്ഞായിരുന്നു ഓട്ടോ സൈക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ ഡീസൽ സൈക്കിൾ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാണല്ലോ എല്ലാ പ്രോസസ്സും സെയിം ആണ്. 1 to 2
കംപ്രഷൻ. 3 to 4 എസെൻട്രോപിക് എക്സ്പാൻഷൻ. 4 to 1 ഹീറ്റ് പുറത്തോട്ട് ഫ്ലോ ചെയ്യും. Q ഔട്ട് നേരിയണുണ്ടോ. ഇനി ഈ 2 to 3 മാത്രമാണ് വ്യത്യാസമുള്ളൂ. കാരണം ഇവിടെ നമ്മൾ കണ്ടായിരുന്നു 2 to 3 എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരുന്നു. കാരണം അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 to 3 എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈനാണ്. അതായത് അവിടെ വോളിയം അല്ല കോൺസ്റ്റന്റ്, വോളിയത്തിന് പകരം അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞ പ്രഷറാണ്. ഈ ഹീറ്റ് റിജക്ഷന്റെ കേസിൽ വ്യത്യാസമല്ല കേട്ടോ, അത് വെർട്ടിക്കൽ ലൈൻ തന്നെയാണ്. അവിടെ വോളിയം തന്നെയാണ് കോൺസ്റ്റന്റ്. പക്ഷെ ഹീറ്റ് അഡീഷന്റെ കേസിൽ ചെറിയൊരു വ്യത്യാസം വന്നു. അപ്പൊ നമുക്ക് ഇവിടെ പറയേണ്ട വ്യത്യാസം എന്താണെന്ന് അറിയോ, 2 to 3 മാത്രമാണ് വ്യത്യാസമുള്ളൂ. അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്, സെയിം പ്രഷറിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് മറ്റേ ഔട്ടർ സൈക്കിളിന്റെ സെയിം തന്നെ, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം തന്നെ. 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രം വ്യത്യാസം. കോൺസ്റ്റന്റ് വോളിയം മാറ്റിയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ. മനസ്സിലാക്കിയേണ്ട പോയിന്റ് വൈവയ്ക്കും വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ചെറിയ ക്വസ്റ്റൻ ഉണ്ട്. ഏത് സൈക്കിളിലാണ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത്, ഏത് സൈക്കിളിലാണ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിലും കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിലുമാണ്. TS ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാനായിട്ട് പഠിക്കുക, കാണാപ്പടം വരയ്ക്കാനായിട്ട് പഠിക്കുക. ആക്ച്വലി രണ്ട് TS ഗ്രാഫ് രണ്ടുപേരുടെയും സെയിം ആണ്. ചെറിയ വലിപ്പ വ്യത്യാസത്തിലുള്ള വ്യത്യാസം മാത്രമേ, പക്ഷെ രണ്ടും ഏതാണ്ട് സെയിം ആണ്. പിന്നെ ഇവിടെ എഴുതുമ്പോഴും നമ്മൾ വ്യത്യാസം പറയേണ്ടത് ഈ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷനിലാണ്, 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ് അല്ല, അവിടെയാണ് വ്യത്യാസം തന്നെ. അപ്പൊ അവിടെ നമ്മൾ എഴുതേണ്ടത് നമുക്കറിയാം ഡീസൽ എഞ്ചിന്റെ അകത്ത് എയറിന്റെ അകത്തോട്ട് ഫ്യൂല് സ്പാർക്ക് പ്ലഗ് അല്ല, ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുകയാണ്, ഫ്യൂൽ അകത്തോട്ട് സ്പ്രേ ചെയ്യുകയാണ്. പിസ്റ്റന്റെ അകത്ത് സിലിണ്ടറിന്റെ അകത്ത് ഇവിടെ എയർ ഉണ്ട്, ആ എയറിന്റെ അകത്തോട്ട് നമ്മൾ ഫ്യൂൽ സ്പ്രേ ചെയ്യാണ്. നമ്മൾ അതാണ് ഇവിടെ പറയുന്നത്, സ്പാർക്ക് പ്ലഗിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഫ്യൂൽ ഇസ് ഇഞ്ചക്റ്റഡ്, ഫ്യൂൽ ഇഞ്ചക്ട് ആണ് ചെയ്യണം. ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂല് കത്തുപിടിക്കും. അവിടെ കോൺസെൻട്രേറ്റ് ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അതാണ് അവിടെ വരുന്ന ഒരു വ്യത്യാസം. ബാക്കിയൊക്കെ സെയിം തന്നെ.